പാലക്കാട് ശക്തമായ മഴയാണല്ലോ. അപ്പോൾ വിവിധ ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാനാകുന്നു. മംഗലം ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വീതം ഉയർത്തിയിരിക്കുകയാണ്. കാഞ്ഞിരപ്പുഴ, ശിരുവാണി ഡാമുകളുടെ ഷട്ടറും കൂടുതൽ ഉയർത്തിയിട്ടുണ്ട്. വൃഷ്ടിപ്രദേശത്ത് ഉൾപ്പെടെ ശക്തമായ മഴയും നീരൊഴുക്ക് വർദ്ധിക്കുന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലേ അജിത്ത്? തീർച്ചയായും അതുതന്നെയാണ് ബിനിൽ. അതായത് എല്ലാ ഭാഗത്തും ശക്തമായ വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് നീരൊഴുക്കിൽ ഒരു കുറവുമില്ലാത്ത പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഡാമുകൾ കൂടുതൽ ഷട്ടറുകൾ, അതായത് കൂടുതൽ സെന്റിമീറ്ററിൽ ഉയർത്തുന്ന ഘട്ടത്തിലേക്കൊക്കെ എത്തിയിട്ടുള്ളത്. ശിരുവാണി ഡാമിന്റെ ഷട്ടറാണ് ഇപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. 150 സെന്റിമീറ്റർ ആണ് ഉയർത്തിയിരിക്കുന്നത്. ഈ ഭവാനിപ്പുഴ, കുന്തിപ്പുഴ തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് നിലവിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെ തന്നെ ഷട്ടർ ഉയർത്തിയ ഘട്ടത്തിൽ 50 സെന്റിമീറ്റർ ഉയർത്തിയ ഘട്ടത്തിൽ തന്നെ ഈ പല ഭാഗങ്ങളിലും വെള്ളം കയറിയിരുന്നു, താഴ്ന്ന ഭാഗങ്ങളിൽ ഉൾപ്പെടെ. അതുകൊണ്ട് തന്നെ ഈ മഴ കൂടി ശക്തമായി പെയ്യുന്ന ഘട്ടത്തിൽ 150 സെന്റിമീറ്റർ ഉയർത്തുമ്പോൾ ജനങ്ങൾ കൃത്യമായി ജാഗ്രത പാലിക്കണമെന്നുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പാലക്കാട് കാഞ്ഞിരപ്പുഴ ഡാമിന്റെ ഷട്ടറുകളും ഉയർത്തിയിട്ടുണ്ട്. 3 സ്പിൽവേ ഷട്ടറുകളാണ് 20 സെന്റിമീറ്ററിൽ നിന്ന് 30 സെന്റിമീറ്റർ ആയി ഉയർത്തിയിരിക്കുന്നത്. ഇവിടെയും പുഴയുടെ വറ്റങ്ങളിൽ താമസിക്കുന്നവരൊക്കെ കൃത്യമായ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കാരണം പുഴയിലേക്ക് ഇറങ്ങുകയോ ഒരു ഘട്ടത്തിലും മീൻ പിടിക്കാനോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പോകരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ ഒഴുക്കുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പും ഈ പ്രദേശങ്ങളിൽ നൽകിയിട്ടുണ്ട്. അതുകൂടാതെ ഈ പാലക്കാട് മംഗലം ഡാമിന്റെ ഷട്ടറാണ് ഇപ്പോൾ പുതുതായി തുറന്നിരിക്കുന്നത്. 5 സെന്റിമീറ്റർ വീതമാണ് നിലവിൽ ഉയർത്തിയിരിക്കുന്നത്. അതായത് ഈ നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. 5 സെന്റിമീറ്റർ ആണ് നിലവിൽ ഉയർത്തിയിട്ടുള്ളത്. ബാക്കി നടപടികൾ, അതായത് നീരൊഴുക്കിന്റെ കണക്കും തോതും പരിശോധിച്ച ശേഷം കൂടുതൽ ഉയർത്തണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഇവിടെയും നിലവിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പുഴയിലേക്ക് ഇറങ്ങുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശരി, ഓക്കെ. അജിത്ത് ബാബുവാണ് വിവരങ്ങളുമായി ചേർന്നത്. ഇപ്പോൾ പാലക്കാട് ശക്തമായ മഴയാണ്, വിവിധയിടങ്ങളിൽ അപകടമുണ്ടായി. ഡാമുകളിലെ ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണ്, നീരൊഴുക്ക് കൂടിയിരിക്കുകയാണ്, വൃഷ്ടി പ്രദേശത്ത് ഉൾപ്പെടെ ശക്തമായ മഴയാണ്.